ഹായ് മക്കൾസ്, അറക്കലാണ്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയണം. നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ ഈ ഒരു ടോപ്പിക് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവേ അങ്ങനെയൊന്നും പറയില്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. അപ്പോൾ ഏതാ ടോപ്പിക് എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ടോപ്പിക് ഇതാണ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതുമായി ബന്ധപ്പെട്ട 5 കിങ്ഡം ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചോദ്യം, അത് മേ ബി 1 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ ആകാം. അല്ലാതെ 3 മാർക്കിനെ ചോദിക്കൂ, 2 മാർക്കിനെ ചോദിക്കൂ, ഇങ്ങനെയാണ് ചോദ്യം വരിക, അങ്ങനെയൊന്നും ഞാൻ വീരവാദം മുഴക്കുന്നില്ല. പക്ഷെ ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താ പിടിച്ചോളൂ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ വരുന്നതിന് കുറേ മുമ്പ് ലോകത്ത് ആദ്യം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലിനേയസ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കാൾ ലിനേയസ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് കുറെ കാലത്തിന് ശേഷം വേറൊരു ചങ്ങായി വന്നു. അവന്റെ പേരാണ് ഏണസ്റ്റ് ഹെക്കൽ. എന്താണ് പേര്? ഹെക്കൽ. ഈ ഹെക്കൽ വന്നിട്ട് പറഞ്ഞു, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ല, 2 കിങ്ഡം മാത്രമല്ല ലോകത്തിലുള്ളത്, വേറൊരു എക്സ്ട്രാ കിങ്ഡം കൂടി ഉണ്ട്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ എക്സ്ട്രാ കിങ്ഡം കൂടി ആഡ് ചെയ്തു. ആ ആഡ് ചെയ്യപ്പെട്ട എക്സ്ട്രാ കിങ്ഡം ആണ് ഇത്, കിങ്ഡം പ്രോട്ടിസ്റ്റ. അങ്ങനെ 3 കിങ്ഡം ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെ? കിങ്ഡം പ്രോട്ടിസ്റ്റ, പിന്നെ ഓൾറെഡി ഉള്ള കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഓക്കെ, അതും കഴിഞ്ഞിട്ട് പിന്നീട് കുറെ കാലത്തിന് ശേഷം വേറൊരു അതിപ്രധാനപ്പെട്ട ഒരാൾ വന്നു. അയാൾക്ക് പേര് റോബർട്ട് എച്ച് വിറ്റാക്കർ. എന്താണ് പേര്? റോബർട്ട് എച്ച് വിറ്റാക്കർ. ഭയങ്കര വിറ്റുള്ള ഒരു ചങ്ങായി. ഇവൻ വന്നിട്ട് പറഞ്ഞു, ലോകത്ത് 2 കിങ്ഡം അല്ല, 3 കിങ്ഡം അല്ല, 5 കിങ്ഡം ഉണ്ട്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഏതൊക്കെയാണ് ആ പുതിയ കിങ്ഡങ്ങൾ? എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഏതൊക്കെയാണ് ആ പുതിയ കിങ്ഡങ്ങൾ എന്ന് ചോദിച്ചാൽ, കിങ്ഡം മൊനീറ ആൻഡ് കിങ്ഡം ഫംഗെ. അതാണ് പുതിയതായിട്ട് വന്ന 2 കിങ്ഡം. പിന്നെ ഓൾറെഡി ഉള്ള കിങ്ഡം പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, അനിമേലിയ. അങ്ങനെ ടോട്ടൽ 5 കിങ്ഡം. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഓക്കെ അല്ലേ? അപ്പൊ 5 കിങ്ഡം കിട്ടി. ഇനി ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറന്റെ സിമ്പിൾ പ്രത്യേകത എന്താണെന്നറിയോ? മൊനീറകളെല്ലാം യൂണിസെല്ലുലാർ ആയിരിക്കും. എന്തായിരിക്കും? യൂണിസെല്ലുലാർ എന്ന് വെച്ചാൽ ഒരു കോശം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു കോശത്തിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവില്ല? ന്യൂക്ലിയസ് ഉണ്ടാവില്ല, നടുവിൽ ഉണ്ടയുണ്ടാവില്ല, ന്യൂക്ലിയസ് ഇല്ല. അത്രയും പാവപ്പെട്ടവൻ. അതായത് കോശത്തിന്റെ നടുവിൽ ന്യൂക്ലിയസ് പോലും ഇല്ല. അങ്ങനെയുള്ള ജീവികൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോകാരിയോട്ട്. എന്താണ്? പ്രോകാരിയോട്ട്. ദേ ഡു നോട്ട് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ്. അവർക്ക് സെല്ലിന്റെ ഉള്ളിൽ എന്തില്ല? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല. അവരാണ് പ്രോകാരിയോട്ടുകൾ. ഏത് ജീവികളാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ബാക്ടീരിയകളാണ്. എന്ന് വെച്ചാൽ ബാക്ടീരിയകൾ എല്ലാവരും ഏതായിരിക്കും? കിങ്ഡം മൊനീറ ആയിരിക്കും. അല്ലെങ്കിൽ കിങ്ഡം മൊനീറയിലുള്ളവരെല്ലാം എന്തായിരിക്കും? ബാക്ടീരിയകളായിരിക്കും. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ബാക്ടീരിയ ഏത് കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു? കിങ്ഡം മൊനീറ. ഇനി രണ്ടാമത്തെ കിങ്ഡമാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവരും യൂണിസെല്ലുലാർ ആണ്. പക്ഷേ ഇവരുടെ ആകെയുള്ള ഒരു കോശം ഉണ്ടല്ലോ, ആ ഒരു കോശത്തിന്റെ നടുവിൽ എന്തുണ്ട്? ഉണ്ടയുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഇവരെ നമ്മൾക്ക് എന്ത് വിളിക്കാം? യൂകാരിയോട്ട് എന്ന് വിളിക്കാം. യൂകാരിയോട്ട്. മറ്റവർ പ്രോകാരിയോട്ട്, ഇത് യൂകാരിയോട്ട്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം ആർ യൂണിസെല്ലുലാർ. പക്ഷെ അവർക്ക് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ടായത് കൊണ്ട് തന്നെ യൂകാരിയോട്ട്. അവരെ യൂകാരിയോട്ടുകൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ മിക്കവയും ഏകകോശ യൂകാരിയോട്ടുകളാണ്. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അവർ മേ ബി ഓട്ടോട്രോപ്സും ആവാം, ഹെട്രോട്രോപ്സും ആവാം. അതായത് സ്വപോഷികളുമാവാം, പരപോഷികളുമാകാം. എന്താ സ്വപോഷി, പരപോഷി? എന്താ ഓട്ടോട്രോപ്സ്, ഹെട്രോട്രോപ്സ് എന്ന് ചോദിച്ചാൽ, അവർ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കും. അവർക്ക് വേണ്ട ഫുഡ് അവർ തന്നെ ഉണ്ടാക്കാം. ഇപ്പൊ ലൈക്ക് പ്ലാന്റ്സ് പോലെ, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തിയിട്ട് അവർക്ക് വേണ്ട ഫുഡ് അവർ തന്നെ ഉണ്ടാക്കും. അങ്ങനെയുള്ള കൂട്ടരുണ്ട്. ഇനി അതല്ലാതെ അനിമൽസിന്റെ പോലെ, ഹ്യൂമൻസിന്റെ പോലെ, മനുഷ്യരെ പോലെ, പട്ടിയെ, പൂച്ച, ആന, കുതിര, പാമ്പ്, പഴുതാര, അങ്ങനെയുള്ള ജീവികളെ പോലെ നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? സസ്യങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്, അവരെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ജീവികളെ ഹെട്രോട്രോപ്സ് എന്നാണ് വിളിക്കുക. അങ്ങനെയുള്ള ഹെട്രോട്രോപ്സുകളും എവിടെയുണ്ട്? കിങ്ഡം പ്രോട്ടിസ്റ്റയിലുണ്ട്. അവർ ഓട്ടോട്രോപ്സും ആകാം, ഹെട്രോട്രോപ്സും ആവാം. പിന്നെ അവർക്ക് മൂവ് ചെയ്യാൻ കുറെ ലോക്കോമോട്ടറി ഓർഗൻ ഉണ്ട്. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഫ്ലജല്ല, സീലിയ, സ്യൂഡോപോഡിയ. നല്ല പേരില്ലേ? ഫ്ലജല്ല, സീലിയ, സ്യൂഡോപോഡിയ. ഫ്ലജല്ല, സീലിയ, കപടപാദം. സ്യൂഡോപോഡിയന്റെ മലയാളമാണ് കപടപാദം. ഒന്ന് റൊമാൻറ്റിക് ആയിട്ട്, ഫ്ലജല്ല, സീലിയ, കപടപാദം. ഓക്കെ അല്ലേ? പിന്നെ അവർക്ക് ഉദാഹരണം അമീബ, പാരമീസിയം, യൂഗ്ലീന. ഇത് നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഇവരെ കുറിച്ച്. അമീബനെയും പാരമീസിയത്തിനെയും യൂഗ്ലീനൊക്കെ കുറിച്ചിട്ട്. അത് ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആണ്, സൂക്ഷ്മജീവികളാണ്. അവരൊക്കെ എന്തിനു ഉദാഹരണമാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റക്ക് ഉദാഹരണമാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, കിങ്ഡം പ്രോട്ടിസ്റ്റക്ക് ഉദാഹരണം ഏത്? അപ്പൊ അമീബ, പാരമീസിയം, യൂഗ്ലീന. ഓക്കെ അല്ലേ? പിന്നെ കിങ്ഡം ഫംഗൈ സിമ്പിൾ ആണ്. ഈ മഷ്റൂംസ്, കൂണുകൾ, പൂപ്പല്, ഈസ്റ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എവിടെ വരിക? കിങ്ഡം ഫംഗൈയിൽ വരിക. അത് എക്സാമ്പിൾസ് ആർ മഷ്റൂംസുകൾ, അതുപോലെ തന്നെ ഈസ്റ്റ് ഒക്കെയാണ് ഇതിൽ വരിക. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ?
ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ സാപ്രോഫൈറ്റ്സ് ആണ്. എന്താണ്? സാപ്രോഫൈറ്റ്സ് ആണ്. സാപ്രോഫൈറ്റ്സ് മൃതഭോജികൾ. എന്താ സാർ മൃതഭോജികൾ എന്ന് വെച്ചാൽ അവർ ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ചത്തു ചീഞ്ഞളിഞ്ഞിട്ടുള്ള വസ്തുക്കൾ, ഡെഡ് ആയിട്ടുള്ള ചില ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും. ആ ഓർഗാനിസത്തിൽ നിന്നാണ് എന്താ ചെയ്യുക, ന്യൂട്രിയൻസ് അവർ വലിച്ചെടുക്കുക. ഓക്കെ, അത്തരത്തിൽ ചത്തു ചീഞ്ഞളിഞ്ഞിട്ടുള്ള ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന ജീവികളെയാണ് സാപ്രോഫൈറ്റ്സുകൾ അല്ലെങ്കിൽ മൃതഭോജികൾ. മൃത വെച്ചാൽ മരിച്ചുപോയ ആളുകൾ. ഓക്കെ, മൃതഭോജികൾ എന്ന് വിളിക്കുന്നത് അതാണ് ആര്? കിങ്ഡം ഫംഗൈ അല്ലെങ്കിൽ കിങ്ഡം ഫംഗൈയുടെ പ്രത്യേകത. പിന്നെ ഓൾറെഡി പറഞ്ഞു അവരെന്താണ്, അവർ പൂപ്പല്, ഈസ്റ്റ്, മഷ്റൂംസ്, കൂണുകളൊക്കെയാണ് അതിന് ഉദാഹരണം. ഇപ്പൊ ഈ കൂണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കും കൂണൊരു സസ്യമാണ്, പ്ലാന്റ് ആണ്. അല്ല, കൂണൊരു പ്ലാന്റ് അല്ല. കൂൺ എന്താണ്? കിങ്ഡം ഫംഗൈയിലാണ് പെടുന്നത്. പ്ലാന്റ്സുകൾക്ക് പൊതുവെ ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തിയിട്ട് എന്തിനുള്ള കഴിവുണ്ട്? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ കൂണിന് ആ കഴിവില്ല. കാരണം കൂണില് ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ മിനിമം എന്ത് വേണം? ക്ലോറോഫില്ല് വേണം, ഹരിതകണം വേണം. ഹരിതകണം ക്ലോറോഫിൽ. ആ ക്ലോറോഫില്ല് പോലും ആർക്കില്ല? കിങ്ഡം ഫംഗൈകൾക്കില്ല അല്ലെങ്കിൽ മഷ്റൂംസുകൾക്കില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തിന് കഴിവുണ്ടാവില്ല? ഫോട്ടോസിന്തസിന് കഴിവുണ്ടാവില്ല. അപ്പൊ ദേ ഡു നോട്ട് ഹാവ് ക്ലോറോഫിൽ. അവർക്ക് ക്ലോറോഫില്ല് പോലും ഇല്ല. പിന്നെ ലാസ്റ്റ് നമ്മളെ ടീം കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയും. നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇവരുടെ പ്രത്യേകതകൾ. പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയിരിക്കും, ബഹുകോശ ജീവികളായിരിക്കും. ദേ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ്. അവർക്ക് ആവശ്യമുള്ള ഫുഡ് അവർ പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് വഴി അവർ തന്നെ നിർമ്മിക്കും. പിന്നെ അവർ യൂക്കാരിയോട്ടാണ്. എല്ലാ കോശത്തിൻ്റെയും നടുവിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. ആദ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന പ്രാഥമിക ഉൽപാദകരാണ് ആര്? കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ സസ്യങ്ങൾക്ക് എന്തുണ്ട്? വേര്, കാണ്ഡം, ഇലകളൊക്കെ ഉണ്ട്. സിമ്പിളാണ്. സസ്യങ്ങൾക്ക് എന്തുണ്ട്? റൂട്ട്, സ്റ്റെം, ലീവ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവരെന്ത് ചെയ്യാം? സോയിലും വളരാം, വാട്ടറിലും വളരാം, വെള്ളത്തിലും ജലത്തിലും ഒക്കെ ആര് വളരാം? സസ്യങ്ങൾ വളരാം. നോർമൽ പോയിന്റ്സിലാണ്, നമുക്ക് സിമ്പിൾ ലോജിക്ക് വെച്ച് ചിന്തിക്കാവുന്ന പോയിന്റുകളേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ, പട്ടി, പൂച്ച, ആന, കുതിര, പാമ്പ്, പഴുതര, ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, കണ്ടാമൃഗം, അങ്ങനെയുള്ള എല്ലാ ജീവികളും എവിടെ പെടും? കിങ്ഡം അനിമേലിയയിൽ പെടും. ഓക്കെ, ലൈക്ക് സ്പോഞ്ചസ് ടു കോംപ്ലക്സ് ഓർഗാനിസം ലൈക്ക് ഹ്യൂമൻസ്. അതായത് സിമ്പിൾ ഓർഗാനിസംസ് ആയിട്ടുള്ള സ്പോഞ്ചുകൾ തൊട്ട് മനുഷ്യന് ഉൾപ്പെടുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികൾ വരെ എവിടെ ഉൾപ്പെടുന്നു? കിങ്ഡം അനിമേലിയ ഉൾപ്പെടുന്നു. നമ്മളുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ മൾട്ടി സെല്ലുലാർ ആണ്, യൂക്കാരിയോട്ടുകളാണ്. മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടുകളാണ് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹെട്രോട്രോപ്പുകളാണ്. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല. നമ്മളെ കൈയിൻ്റെ ഇവിടെ എന്താണ്? ഇവിടെ ഗോതമ്പ്, നെല്ല്, പച്ചക്കറി, പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. എന്നാൽ പിന്നെ നമുക്ക് നല്ല സുഖം ഇവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാം. പക്ഷെ അതൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? സസ്യങ്ങളെ സെപ്പറേറ്റ് ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് വി ആർ ഹെട്രോട്രോപ്സ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ല. പിന്നെ മാത്രമല്ല നമുക്ക് എന്തുണ്ട്? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ലെങ്കിലും ദേ ഹാവ് ലോക്കോമോട്ടറി ഓർഗൻസ്. നമുക്ക് ലോക്കോമോട്ടറി ഓർഗൻസ് ഉണ്ട്. ലോക്കോമോട്ടറി ഓർഗൻസ് മീൻസ് നമുക്ക് എന്തുണ്ട്? ചലനോപാധികളുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ, ചലിക്കാൻ എന്തുണ്ട്? ചലനോപാധികളുണ്ട്. ലോക്കോമോട്ടറി ഓർഗൻസ് ഉണ്ട്. അതാർക്കില്ല? അത് പ്ലാന്റ്സിനില്ല. അത് പ്ലാന്റ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നമ്മളൊരു പ്രത്യേകതയാണ്. അത് നമുക്ക് അങ്ങോട്ട് നടക്കാം, ഇങ്ങോട്ട് നടക്കാം, എങ്ങോട്ടെങ്കിലുമൊക്കെ നടക്കാം. സസ്യങ്ങൾക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുമോ? ഒരു തെങ്ങ് ഇങ്ങനെ നടന്നു പോകണം നിങ്ങൾ കണ്ടിക്കണോ? ഇല്ലല്ലോ. തെങ്ങ് ഇങ്ങനെ നടന്നു പോവാ, വിറ്റാവും. ഓക്കെ, അപ്പോൾ എന്താണ്? സസ്യങ്ങൾക്ക് എന്തിനു പറ്റില്ല? നടന്നു പോകാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് എവിടെയും സഞ്ചരിക്കാം. മാത്രമല്ല നമുക്ക് എന്തുണ്ട്? ഡെഫിനിറ്റ് റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികളുണ്ട്. ഡെഫിനിറ്റ് റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികളുണ്ട്. എന്താ സാർ ഗ്രാഹികൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂട്, തണുപ്പ്, വേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും. സസ്യങ്ങൾക്ക് ഇതൊക്കെ പറ്റുമോ? ഇപ്പൊ ഇന്ന കത്തിയെടുത്ത് ഒരു കുത്തി, അപ്പൊ എനിക്ക് എന്ത് ചെയ്യും? വേദനിക്കും, ചോരൊക്കെ വരും. എന്നാൽ ഒരു തെങ്ങിനെ ഒരു കത്തിയെടുത്ത് ഒറ്റ കുത്ത്, തെങ്ങിന് വേദനിക്കോ? തെങ്ങിന് വേദന എന്തായാലോ? ഇല്ല. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പോൾ ലൈക്ക് നമ്മൾ കറണ്ട് ഒക്കെ പോയി, റൂമിൽ ഫുള്ള് ഫാനും ലൈറ്റ് ഒക്കെ പോയി, സ്വാഭാവികമായിട്ടും കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് ചൂടെടുക്കും, ഇല്ലേ? എന്നാൽ നേരെ മറിച്ച് നമ്മളെ നാട്ടിലത്തെ ഒരു തെങ്ങ് ആ തെങ്ങിന് എന്ത് ചെയ്യും? ചൂടെടുക്കും, അല്ലല്ലോ? തെങ്ങിന് ചൂട്, തണുപ്പ് എന്ത് ചെയ്യും? തെങ്ങിനൊന്നും അറിയില്ല. കാരണം അവർക്ക് എന്തില്ല? അവർക്ക് ഗ്രാഹികളില്ല, ഡെഫിനിറ്റ് റിസെപ്റ്റേഴ്സ് ഇല്ല. പക്ഷെ നമ്മളെ ബോഡിയിൽ പെയിൻ റിസെപ്റ്റേഴ്സ്, ടച്ച് റിസെപ്റ്റേഴ്സ്, കോൾഡ് റിസെപ്റ്റേഴ്സ്, ഹോട്ട് റിസെപ്റ്റേഴ്സ്, അങ്ങനത്തെ കുറേ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഒക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമാണ്. ജസ്റ്റ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമുക്ക് എന്തുണ്ട്? റിസെപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഇതൊന്നും ആർക്കില്ല? പ്ലാന്റ്സിനില്ല. അപ്പൊ ഇതാണ് പ്രത്യേകത. ഇതാണ് വിറ്റാക്കറിന്റെ. ആരാ വിറ്റാക്കർ സർ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ആര്? നമ്മുടെ ബഹുമാനപ്പെട്ട വിറ്റാക്കർ. ഈ വിറ്റാക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ 5 കിങ്ഡം ഉണ്ടല്ലോ, ഈ 5 കിങ്ഡത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ മുത്തുമണികൾ ഒരു കാര്യം കമന്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം തരാം. ആ ഉദാഹരണം അമീബ. ഈ അമീബ ഏത് കിങ്ഡത്തിലാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിവേ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളെ ആപ്പിൽ ഇനി ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ
ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അഡ്മിഷനും കൂടി എടുത്ത് വെക്കുക. ഓക്കെ, കാരണം അത് നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കപ്പെടും. കാരണം ഇനി കുറച്ച് ദിവസം കൂടിയല്ല നമ്മളെ പബ്ലിക് എക്സാമിന്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും A to Z അടി മുതൽ മുടി വരെ എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു കിടിലൻ അവസരമാണ് നമ്മളെ ബാച്ച്. കാരണം ആ ബാച്ചിൽ എല്ലാ ക്ലാസ്സും ഓൾറെഡി റെക്കോർഡ് ഉണ്ടാവും. നിങ്ങൾക്ക് ബാക്കിയൊന്നും നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് ക്ലാസ് കിട്ടില്ല, ക്ലാസ്സുകളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണ്, ഇത് അവിടെ സ്റ്റോർഡ് ആണ്. ഓക്കെ, നമ്മൾ ഫോണിലൊക്കെ ഫോട്ടോസൊക്കെ സേവ് ചെയ്യണ പോലെ അവിടെ സെറ്റാണ്. അപ്പോൾ നേരെ പോയി കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഉപകരിക്കപ്പെടും. ഇപ്പോൾ എന്താണ്, ചെറിയൊരു കുഞ്ഞു ഓഫറും ഉണ്ട്. അപ്പോൾ ആ ഒരു ഓഫറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. സോ സി യു സൂൺ, നിങ്ങളുടെ സ്വന്തം അറക്കൽ.